ഹായ്, നമുക്കിന്നൊരു ക്രാഫ്റ്റ് ചെയ്ത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ഇൻവിറ്റേഷൻ കാർഡ് എടുത്തിട്ടുണ്ട്. അതിനെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ ആദ്യം സ്കെയിൽ വെച്ചിട്ട് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കതിനെ കറക്റ്റ് ആ ലൈനിൽ കൂടെ തന്നെ കട്ട് ചെയ്തെടുക്കണം. അതാകുമ്പോൾ നമുക്ക് കുറച്ച് എളുപ്പമുണ്ടാവും. എന്നിട്ട് പല വലുപ്പത്തിലാണ് കേട്ടോ ഞാനത് കട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ വലിയ പേപ്പർ എടുത്തിട്ട് നമുക്കൊന്ന് രണ്ടായിട്ട് മടക്കി അതിൽ നമുക്ക് ചിത്രം വരയ്ക്കാം. ഞാനിവിടെ ഒരു പാണ്ടേനെയാണ് വരച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്യാരക്ടറിനെ വരയ്ക്കാം കേട്ടോ. നമുക്കതിനെ എന്നിട്ട് കളർ ചെയ്ത് എടുക്കാവുന്നതാണ്. ഞാനിവിടെ കളർ ചെയ്ത് അപ്പോൾ ഇതാ ഹൈലൈറ്റ് ചെയ്യേണ്ട ഭാഗങ്ങളൊക്കെ പെന്ന് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതാണ് കുറച്ചും കൂടി ഭംഗിയെന്ന് എനിക്ക് തോന്നി. അതിൻ്റെ സെൻറ്റർ പോർഷനാണ് നമുക്ക് മെയിനായിട്ടും വേണ്ടത്. അങ്ങനെ നമ്മുടെ പിക്ചർ വരച്ച് കഴിഞ്ഞു. നമുക്കിതിനൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ സെൻറ്റർ പോർഷൻ ഞാൻ ഇപ്പോഴും കട്ട് ചെയ്തിട്ടില്ല. ഇനി അടുത്ത പേപ്പർ എടുത്തിട്ട് അതിനെ നമുക്ക് ഇതേപോലെ പാറ്റേൺ ചെയ്തിട്ട് കട്ട് ചെയ്യാം. എനിക്ക് മടി കാരണം ഞാൻ പാറ്റേൺ ഒന്നും നോക്കിയിട്ടില്ല കേട്ടോ. എന്നിട്ട് നമുക്കതിനെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. സൈഡ് പോർഷനൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് നമുക്കതൊന്ന് ഇതിൽ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കണേ. അപ്പോൾ ഞാനിതാ ഇതുപോലെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ ബാക്ക് സൈഡും കൂടി ഉണ്ട് അവിടെ. നമുക്ക് അതും കൂടി ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇതാണ്. അപ്പോൾ അതിതാ ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ട് പേപ്പർ ഒരേ വലുപ്പത്തിൽ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ആ പേപ്പറിനെ രണ്ടിനെയും കൂടി നമുക്കൊന്ന് ആദ്യം രണ്ടറ്റങ്ങളും കൂടിയിട്ടൊന്ന് ഒട്ടിക്കാം. ഒട്ടിച്ചതിന് ശേഷം നമുക്ക് മടക്കി കൊടുക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് ഇങ്ങനെ മടക്കിയിട്ട് എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സ്പ്രിങ് പോലെ കിട്ടും. ഇതുപോലെ. ഇനി അതിന് ശേഷം നമുക്കൊരു പേപ്പറും കൂടി ബാക്കിയുണ്ട്. അതിനെ നമുക്കൊന്ന് ചുരുട്ടിയെടുക്കാം. അത് കുറച്ച് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചുരുട്ടുന്നത്. നമ്മളതൊന്ന് ചുരുട്ടിയെടുത്ത് അതിന് നമ്മൾ കുറച്ച് മുന്നേ ചെയ്ത പോലെ പാറ്റേൺ ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിന് മുന്നേ നമുക്ക് ആ സ്പ്രിങ് ഒന്ന് അതിൻ്റെ ഉള്ളിൽ വെച്ച് അറ്റാച്ച് ചെയ്യാം. അത് കറക്റ്റായിട്ട് എൻ്റെ ഇരിക്കുന്നില്ല. നിങ്ങളൊന്ന് കറക്റ്റായിട്ട് വെക്കാം. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്കിതാ ഞാൻ ആ പാറ്റേൺ ചെയ്തിട്ട് അതിന് മുകളിൽ നമ്മൾ ആ റൗണ്ട് കട്ട് ചെയ്തൊന്ന് കളർ ചെയ്തിട്ട് ഒട്ടിക്കണം. എന്നിട്ട് ഇനി ഇതിനെ നമുക്ക് അതിലോട്ടൊന്ന് വെച്ച് കൊടുക്കണം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ഇനി അതിനൊന്ന് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഒന്ന് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് വെച്ചാൽ ഇതുപോലെ ഒരു ക്ലിക്കറായിട്ട് നമുക്ക് കിട്ടും. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്ന് വെച്ചാൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.